വെറും 5 മിനിറ്റ് കൊണ്ട് സ്കിന്നിനെ നിറം വെപ്പിക്കുന്ന ഒരു കിടിലൻ സംഭവം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്ക്. നമ്മളെല്ലാവരും ജോലി തിരക്കുള്ളവരാണ്. ഓരോ കാര്യവുമായിട്ട് ബിസി ആയിരിക്കും നമ്മുടെ ലൈഫിൽ. നമ്മൾ സ്കിൻ കെയറിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് കെമിക്കൽ കാര്യങ്ങൾ ചെയ്ത് സ്കിന്നിനെ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് നോക്കും. നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക്. നമ്മുടെ സ്കിൻ സെല്ലിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനും സാധിക്കും. നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങളുടെ സ്കിൻ കെയറിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കും. ഇപ്പോൾ ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവർ പോലും ഈ ഒരു കാര്യം നിങ്ങളുടെ സ്കിന്നിൽ ചെയ്താൽ യൗവനത്തോടു കൂടിയും തിളക്കത്തോടു കൂടിയും നിർത്താൻ സാധിക്കും. ഇപ്പോൾ എത്ര പ്രായം ചെന്നാലും ചർമ്മത്തിന് ചുളിവോ അൺഇവൻ സ്കിൻ ടോണോ പിഗ്മെന്റേഷനോ ടാനോ എന്നും ഏൽക്കാതെ സ്കിന്നിനെ തിളക്കം വെപ്പിച്ച് നിർത്താൻ സാധിക്കുന്ന ഒരടിപൊളി സംഭവമാണ് ഞാൻ പറയുന്നത്. സമയം കളയാതെ കൂട്ടുകാരെ നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും പെട്ടെന്ന് ചെയ്ത് സ്കിന്നിനെ നല്ല രീതിയിൽ നിർത്താനായിട്ടാണ് നമ്മൾ നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കെമിക്കൽ കാര്യങ്ങളുടെ പുറനായിട്ടാണ് നമ്മൾ എപ്പോഴും പോകുന്നത്. അത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലതെന്ന് പറയുന്നത് നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സ്കിൻ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും തിളക്കത്തോടു കൂടി നിർത്താനും നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് സ്കിന്നിന്റെ ഗ്ലൂട്ടാത്തോൺ ബാലൻസ് ചെയ്ത് നിർത്താനും മെലാനിൻ ബാലൻസ് ചെയ്ത് നിർത്താനും സാധിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്ക്. ഇതിൽ ചേർക്കുന്ന വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് തന്നെ ഗ്ലോ നൽകാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ഓറഞ്ച് കഴിക്കുമ്പോൾ നിങ്ങളുടെ ഫുൾ ബോഡിക്കൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് കണ്ടിട്ടുണ്ടല്ലോ. നല്ലതാണ്. നമ്മുടെ സെല്ലിനകത്ത് എന്താണ് കുറവെന്നുള്ളത് കണ്ടെത്തി അത് പരിഹാരം കണ്ടെത്താൻ ഈ ഒരു വിറ്റാമിൻ സിക്ക് സാധിക്കും. അപ്പം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് ഫേസ് സ്കിന്നിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് സെല്ലിലൂടെ ഇറങ്ങിച്ചെന്ന് നമ്മുടെ സ്കിന്നിന് ചേഞ്ചസ് പെട്ടെന്ന് തന്നെ നൽകാൻ സാധിക്കും. ഈ ഒരു പാക്ക് ഇട്ട് 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ചെവിയുടെ പുറയിലിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല, അതായത് മറ്റുള്ള റിയാക്റ്റ് ഒന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. കുറച്ച് തയ്യാറാക്കുക, അത് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലെന്ന് കണ്ടാൽ ഉറപ്പായും നിങ്ങൾ ഫേസിലേക്ക് ഇട്ടോ. കൈക്കും ഫുൾ ബോഡിക്കും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ആ ഒരു സംഭവം തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കിയാലോ? ആദ്യമേ നല്ലൊരു പാത്രം എടുക്കണം. അതിലേക്ക് വിറ്റാമിൻ സി ടാബ്ലറ്റ് ആണ് ചേർക്കേണ്ടത്. ഇത് ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതല്ല, മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. നമുക്ക് ഈ ടാബ്ലറ്റ് ഓൺലൈൻ വഴി മേടിക്കാനും സാധിക്കും. വിറ്റാമിൻ സി എന്ന് പറയുന്നത് ചർമ്മത്തിന് നിറം മെച്ചപ്പെടുത്താനും തിളക്കം നൽകാനും സഹായിക്കുന്നതാണ്. ഇത് നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനും കറുത്ത പാടുകളെ ഇല്ലാതാക്കാനും സാധിക്കും. പിന്നെ ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന് യുവത്വം നൽകാനും സാധിക്കും. നമ്മുടെ ചർമ്മത്തിനകത്ത് സൂര്യരശ്മികളേറ്റ് ചർമ്മം നശിക്കാറില്ലയോ, അതിനെയൊക്കെ വരാതെ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനും ഈ ഒരു വിറ്റാമിൻ സിക്ക് സാധിക്കും. ഞാനിത് ഒരു ഇടിക്കുഴവയ്ക്കകത്ത് വെച്ചിട്ടാണ് ഇടിച്ചേക്കുന്നത്. ഇതിനകത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും തയ്യാറാക്കാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് എനിക്ക് കംഫർട്ടബിളായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ഒരു പേപ്പറിനകത്ത് ചുരുട്ടിയിട്ട് പൊടിച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിളിനനുസരിച്ച്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മുൾട്ടാണി മിട്ടിയാണ്. നമ്മുടെ സ്കിന്നിൻ്റെ അനാവശ്യമായിട്ടുള്ള ഓയിലിനെ വലിച്ചെടുക്കാനായിട്ട് നമ്മുടെ മുൾട്ടാണി മിട്ടിക്ക് സാധിക്കും. ഇനി അതിനുശേഷം പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഈ ഒരു തൈരെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും സ്കിന്നിനെ തിളക്കം നൽകാനും സഹായിക്കുന്നതാണ്. അങ്ങനെ തൈര് ചേർത്തതിന് ശേഷം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു പരുവത്തിലായി മാറി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. ചന്ദനത്തിൻ്റെ പൊടി നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ സാധിക്കും. ചന്ദനത്തിൻ്റെ പൊടിയും നമ്മുടെ സ്കിന്നിനെ നിറം വെപ്പിക്കാനും അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ഒക്കെ ഇല്ലാതാക്കാനും സാധിക്കുന്നതാണ്. അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് പച്ചപ്പാലാണ് ചേർക്കുന്നത്. അതായത് റോ മിൽക്ക് അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം. നമ്മുടെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ മിക്സ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫേസിലേക്ക് ഇടുന്നതിന് മുന്നേ ഫേസ് നല്ലപോലെ കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. 1 രാടം വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഒരു ഭാഗത്ത് മാത്രമേ ഇട്ടുള്ളൂ. ഒരു 3 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടോ? പാക്ക്
തയ്യാറാക്കിയതൊക്കെ 100% സ്കിന്നിന് ചേഞ്ചസ് നേടാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. നിങ്ങളുടെ സ്കിൻ കെയറിനകത്ത് നിങ്ങൾ ഇതൊന്ന് ഉൾപ്പെടുത്തിയാൽ മതി. നൈറ്റ് നിങ്ങൾ ഇത് ഇട്ടതിന് ശേഷം മുഖം കഴുകിയിട്ട് കിടന്നുറങ്ങൂ. രാവിലെ ആകുമ്പോൾ നിങ്ങൾ സ്കിന്നിൽ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നൈറ്റ് ഇത് മാത്രം, അതായത് ഇട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്യുക. അതിനുശേഷം ഫേസിനകത്ത് ഒന്നും അപ്ലൈ ചെയ്യരുത്, കാരണം അത് നമ്മുടെ സെല്ലിലിരിക്കും. അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് സ്കിന്നിന് ചേഞ്ചസ് കിട്ടാൻ എളുപ്പം സാധിക്കും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്. 100% നിങ്ങളുടെ സ്കിന്നിന് മാറ്റം കിട്ടുന്നത്. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് കൂട്ടുകാരെ നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.